പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് ബിഗി റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വാർത്തയെ സംബന്ധിച്ചാണ്. രണ്ടാമത്തേത് റോമൻ റീൻസ് നിലവിൽ കൊടുത്തിരിക്കുന്ന വമ്പൻ മെസ്സേജിനെ സംബന്ധിച്ചുമാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലേക്ക് തുടക്കാം. ആദ്യത്തെ അപ്ഡേറ്റ് WWE ന്യൂ ഡേ എന്ന ഫാക്ഷനിലെ അംഗവും മുൻ WWE ചാമ്പ്യനും ആയിരുന്ന ബിഗിയെ സംബന്ധിച്ചുള്ളതാണ്. ബിഗി സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന ലേറ്റസ്റ്റ് പോസ്റ്റ് പ്രകാരം ബിഗി റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ചതായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ബിഗിയുടെ പോസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഴുത്തിന് ഇഞ്ചുറി പറ്റിയതിനോട് അനുബന്ധിച്ച് അദ്ദേഹം ഒരു സ്കാനിങ് പിന്നെയും എടുത്തു. ഒരു വ്യത്യാസവും വന്നിട്ടില്ല എന്നുള്ളതും തനിക്ക് മെഡിക്കൽ ക്ലിയറൻസ് ലഭിച്ചിട്ടില്ല, അത് ഇനി ഒരിക്കലും ലഭിക്കാൻ സാധ്യത ഇല്ല എന്നുള്ളതും ബിഗി കൂട്ടിച്ചേർക്കുന്നുണ്ട്. പക്ഷേ ഇത്രയും നെഗറ്റീവ് കാര്യങ്ങൾക്കിടയിലും പോസിറ്റീവായി ബിഗി പറയുന്ന അവസാന വാക്യം തൻ്റെ വേദനയെല്ലാം കുറഞ്ഞു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ബിഗി ഇനി തിരികെ റിങ്ങിലേക്ക് കയറില്ല എന്നുള്ളത് ബിഗി തുറന്നു പറയുന്നതിലൂടെ അദ്ദേഹം റെസ്ലിങ്ങിനോട് റിട്ടയർമെൻറ്റ് പ്രഖ്യാപിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ബിഗി ഇക്കഴിഞ്ഞ റെസ്ലിമീനിയ 40 അടക്കം WWE പ്രോഗ്രാമുകളിൽ ഭാഗം ആയിരുന്നു. ബിഗി ആ കമൻറ്റേറ്റർ പാനലിലും കിക്ക് ഓഫ് പാനലിലും എല്ലാം നിരന്തരമായി ഉൾപ്പെടുന്നുണ്ട്. പക്ഷേ റിങ്ങിലേക്ക് ഇനി ബിഗി തിരികെ വരില്ല. അദ്ദേഹം റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ചു എന്നുള്ളൊരു തലത്തിലാണ് നിലവിൽ കാര്യങ്ങൾ ഉള്ളത്. എന്തായാലും ഒരു സൂപ്പർ താരമായിരുന്നു, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു റെസ്ലർ ആയിരുന്നു, വളരെ പോസിറ്റീവായി എല്ലാ കാര്യങ്ങളെയും കാണുന്ന ഒരു ചാമ്പ്യൻ കൂടിയായിരുന്നു ബിഗി. ബിഗിയുടെ ഈ ഒരു റിട്ടയർമെൻറ്റിന് പിറകിലുള്ള കാരണം അദ്ദേഹത്തിൻ്റെ കഴുത്തിന് ഇഞ്ചുറി പറ്റിയതാണ്. അത് സ്മാക്ഡൗൺ എപ്പിസോഡിലെ ഒരു മത്സരത്തിന് ഇടയിൽ സംഭവിച്ചതാണ്. അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇഞ്ചുറി ആയിരുന്നു. അപ്പോൾ എന്തായാലും ആ ഇഞ്ചുറി മൂലം ബിഗിയുടെ കരിയർ തന്നെ അവസാനിച്ചിരിക്കുന്നു. ബിഗിയെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അവസാനത്തെ അപ്ഡേറ്റ് സൂപ്പർ താരമായ റോമൻ റീൻസ് ലേറ്റസ്റ്റായി പങ്കുവച്ചിരിക്കുന്ന ഒരു മെസ്സേജിനെ സംബന്ധിച്ചുള്ളതാണ്. ഏറ്റവും അവസാനമായി കഴിഞ്ഞ ഇന്നലത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ ബ്ലഡ് ലൈൻ സ്റ്റോറി ലൈനിൽ വമ്പൻ മാറ്റങ്ങളാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ അതിനുള്ള റോമൻ റീൻസിൻ്റെ മറുപടിയുടെ കൂടെ റോമൻ റീൻസിൻ്റെ ഇപ്പോൾ അദ്ദേഹം പങ്കുവച്ചിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ഇങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ ട്വിറ്റർ അഥവാ എക്സ് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെ ബയോ ആണ് ഇപ്പോൾ ചേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് ഈ സ്മാക്ഡൗൺ എപ്പിസോഡിന് മുൻപ് വരെ സ്മാക്ഡൗണിലെ ഒരു അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് റോമൻ റീൻസിൻ്റെ ബയോ അദ്ദേഹം അപ്ഡേറ്റ് ചെയ്യാതെ വെച്ചിട്ടുണ്ടായിരുന്നത്. റെസ്ലിമീനിയ 40 ചാമ്പ്യൻഷിപ്പ് നഷ്ടപ്പെട്ടിട്ടും ആ ഒരു ബയോയിൽ റോമൻ യാതൊരുവിധ മാറ്റവും വരുത്തിയിരുന്നില്ല. എന്നാൽ സ്മാക്ഡൗൺ എപ്പിസോഡ് അവസാനിച്ചതിന് ശേഷം ആ അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യൻ എന്നുള്ള ഒരു വാക്യം റോമൻ റീൻസ് എടുത്തു കളഞ്ഞിരിക്കുന്നു. അവിടെ പകരം ട്രൈബൽ ചീഫാണ്, ഹെഡ് ഓഫ് ദ ടേബിൾ ആണ്, 9 തവണ റെസ്ലിമീനിയ മെയിൻ ഇവൻറ്റ് ചെയ്തു എന്നുള്ള ഒരു രീതിയിലേക്കാണ് ബയോ ചേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിലവിൽ സോളോ സിക്കോവയാണ് പുതിയ ട്രൈബൽ ചീഫ് എന്നുള്ളത് എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു സമയത്ത് കൂടിയാണ് റോമൻ റീൻസ് അദ്ദേഹത്തിൻ്റെ ബയോ മാറ്റി ആ ചാമ്പ്യൻ അല്ലാത്തതും മാറ്റി ഇപ്പോൾ ട്രൈബൽ ചീഫ് ആണെന്നുള്ളത് പറയുന്നത്. അപ്പോൾ അതിനർത്ഥം റോമൻ റീൻസിൻ്റെ ട്രൈബൽ ചീഫ് പൊസിഷൻ ഇതുവരെ ചേഞ്ച് ആയിട്ടില്ല, അദ്ദേഹം തന്നെയാണ് ബ്ലഡ് ലൈൻ്റെ നേതൃത്വം വഹിക്കുന്നത് എന്നുള്ളത് റോമൻ തന്നെ തുറന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു മെസ്സേജാണ്. ഇനി സോളോ സിക്കോവ അദ്ദേഹം സ്വയം ട്രൈബൽ ചീഫ് ആകാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ അതിനെതിരെ നിൽക്കുന്ന റോമൻ റീൻസിൻ്റെ ഭാഗങ്ങളായിരിക്കും റോമൻ റീൻസിൻ്റെ തിരിച്ചുവരവിന് ശേഷം നമുക്ക് കാണാൻ സാധിക്കുക. എന്തായാലും സ്റ്റോറി ലൈൻ മികച്ച രീതിയിലാണ് അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇനി വരുന്ന സ്മാക്ഡൗൺ എപ്പിസോഡുകൾക്ക് കട്ട വെയിറ്റിംഗ് ആണ്. റോമൻ റീൻസിൻ്റെ റിട്ടേണോട് അനുബന്ധിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് കിട്ടുമ്പോൾ പങ്കുവെക്കാം. അതുപോലെ ഇത്തരത്തിലുള്ള ബ്ലഡ് ലൈൻ്റെ സ്റ്റോറി ലൈനെ സംബന്ധിച്ചുള്ള അപ്ഡേറ്റ്സ് കിട്ടുമ്പോഴും പങ്കുവെക്കാം. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.